മഴയിലും വെയിലിലും ഒരുപോലെ വളരുന്ന ഓർക്കിഡ്സ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പെൻസിൽവാൻഡ ഓർക്കിഡ്സ് വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു ഓർക്കിഡാണ്. ഇത് പെൻസിൽവാൻഡയാണ് ഈ കാണുന്നത്. ഇതിന് ഓപ്പൺ സ്പേസിൽ ചുമ്മാ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ നന്നായിട്ട് വളർന്നിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകും. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലവേഴ്സ് എല്ലാം കൊഴിഞ്ഞിട്ട് സീഡ്സ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പെൻസിൽവാൻഡ ഓപ്പൺ സ്പേസിലും നല്ല വെയിലത്തും ഒക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ്. രണ്ടെന്ന് പറയുന്നത് ടെറേറ്റ്വാൻഡയാണ്. ടെറേറ്റ്വാൻഡ ഒരു ഫ്രീക്വൻറ്റ് ബ്ലൂമറാണ്. ഓപ്പൺ സ്പേസിലും നല്ല വെയിലത്തും മഴയത്തും ഒക്കെ ഇരുന്ന് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ വാൻഡയുടെ ഒരു ക്രോസ് വെറൈറ്റിയാണ് ടെറേറ്റ്വാൻഡ. നന്നായിട്ട് ബ്ലൂം ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തത് അരാൻഡ വെറൈറ്റികളാണ്. അരാൻഡ ഇതിൻ്റെ ബൊക്ക് പോലത്തെ ബഡുകളും ഫ്ലവേഴ്സും ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. ഇത് ഓപ്പൺ സ്പേസിൽ വയ്ക്കാം. നല്ല വെയിലുമുള്ള അടിപൊളി വെറൈറ്റിയാണ്. കട്ട് ഫ്ലവേഴ്സിന് യൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ്. ഇനി ഡെൻഡ്രോബിയത്തിലെ സോണിയ വെറൈറ്റികളാണ് നമുക്ക് ഓപ്പൺ സ്പേസിൽ വളർത്താൻ ഏറ്റവും നല്ല ഡെൻഡ്രോബിയംസ്. സോണിയയിൽ തന്നെ സോണിയ എറസ്കുൾ, വൈറ്റ്, അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഡെൻഡ്രോബിയം പൊതുവേ തന്നെ നമുക്ക് ഓപ്പൺ സ്പേസിൽ നല്ല വെയിലത്തൊക്കെ വെക്കാം. പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്ത് പ്ലാന്റിനെ കൊണ്ടുവരണം. ഇതൊക്കെ സീഡ്ലിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഓപ്പൺ സ്പേസിൽ വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ വെച്ചാലും ഡെൻഡ്രോബിയം നന്നായിട്ട് വളരും. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളൊരു വെറൈറ്റിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ്. ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഓപ്പൺ സ്പേസിൽ തന്നെ വെക്കണം. നല്ല വെയിലത്ത് വെച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ഒരുപാട് തൈകൾ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. നന്നായി വെയിലത്തിരിക്കുന്ന ഈ ഒരു ചട്ടികളൊക്കെ നോക്കി നിറയെ പ്ലാന്റുകളും ബഡുകളുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് നല്ല വെയിലിലും മഴയിലും ഒക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു വെറൈറ്റിയാണ്.